നമസ്കാരം, ഞാൻ അരുൺ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓപ്പോയുടെ ഏറ്റവും വില കുറഞ്ഞ 5G മോഡലായ A53s 5G എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂവുമാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനലിനകത്ത് കമൻറ്റ് ചെയ്ത കാര്യമാണ് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് ഈ ഒരു ഫോണിൻ്റെ 8GB RAM 128GB സ്റ്റോറേജുള്ള ഏറ്റവും ഹൈ എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. പിന്നെ നമുക്ക് ഈ ഒരു മോഡൽ അൺബോക്സ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസ് ഡീലറായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ മണ്ണുത്തി ഷോറൂമായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മണ്ണുത്തി മൊബൈൽസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസും EMI ആയിട്ടും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് പ്രൈസിലും കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അവർ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു Oppo A53 എന്ന് പറയുന്ന മോഡലിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. തൊട്ട് മുൻപ് ഇറങ്ങിയ A54ഉം അതുപോലെ സാധാരണ ഓപ്പോയുടെ ഫോണുകൾ കണ്ടിട്ട് വരുന്ന സെയിം ഒരു ബോക്സാണ് ഈ ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഇത്തരത്തിൽ മോഡൽ നെയിം Oppo A53s എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വേരിയൻറ്റ് 8GB RAM 128GB ആണ് ഈ ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. 5G എന്നൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ രൂപം ഏകദേശം ഒരു മോഡൽ ഒരു ഫോട്ടോ പോലെ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് മോഡൽ നെയിം A53s 5G എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ 5G ഡ്യുവൽ മോഡ് 5G എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 128GB ആണ് ഇതിൻ്റെ റോം എന്ന് കൊടുക്കുന്നുണ്ട്. 5000 mAh ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി ആണെന്ന് കൊടുക്കുന്നുണ്ട്. അൾട്രാ ക്ലിയർ ഐ കെയർ ഡിസ്പ്ലേ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തുള്ളത്. പിന്നെ IMEI നമ്പർ, സാർ വാല്യൂ കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, പിന്നെ ഓപ്പോയുടെ എല്ലാ ഫോണുകളും പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന മോഡലാണ്. അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ ലോഗോ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സും കൊടുത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഓപ്പോയുടെ ഫോണുകളൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ബോക്സ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബോക്സിനകത്തായിരിക്കും ഈ ഒരു ഫോണിൻ്റെ ബാക്ക് കേസും അതുപോലെ തന്നെ വാറണ്ടി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ സാധാരണ എല്ലാ ഓപ്പോയുടെ ഫോണുകൾ വാങ്ങിക്കുമ്പോഴും കിട്ടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് കേസ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ വാറണ്ടി പേപ്പേഴ്സ്, സിം ചെക്കിംഗ് ടൂള്, യൂസർ മാനുവലൊക്കെയാണ് ഈ ഒരു ചെറിയൊരു ബോക്സിനകത്ത് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കതൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് Oppo A53s 5G എന്ന് പറയുന്ന മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഫോൺ 2 കളർ വേരിയൻറ്റുകളിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ മറ്റെന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇത്തരത്തിൽ വളരെ വലിയൊരു ഫാസ്റ്റ് ചാർജർ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നൊരു മോഡലാണ്. 5000 mAh ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഫാസ്റ്റ് ചാർജിങ് വേണ്ട ഒരു മൊബൈൽ തന്നെയാണ് A53s എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാർജർ അഡാപ്റ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാർജിങ് കേബിളും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതൊരു മൈക്രോ USB കേബിളല്ല, Type C ചാർജിങ് കേബിളാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 2 ആക്സറീസാണ് നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതെന്ന് പറയുന്നത്. ഒരു ബാക്ക് കേസ്, സിം ചെക്കിംഗ് ടൂൾ, പിന്നെ ചാർജിങ് കേബിളും ചാർജിങ് അഡാപ്റ്ററും. അപ്പോൾ ഇതിൻ്റെ മെയിൻ കവർ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് Oppo A53s 5G എന്ന ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ലുക്കിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഒരു ഭംഗിയുള്ള ഫോൺ തന്നെയാണ് Oppo A53s 5G എന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള മൊബൈലാണ്. ഈ ഒരു ഫോൺ നമുക്ക് 2 കളർ വേരിയൻറ്റുകളിൽ അവൈലബിൾ ആണ്. ബാക്ക് സൈഡ് ഒരു ഗ്ലാസ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് ബോർഡാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ 3 ക്യാമറകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുൻപ് അൺബോക്സ് ചെയ്ത Oppo തന്നെ F19 സീരീസിൽ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഫോണിനകത്തും വന്നിട്ടുള്ളത്. നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. താഴെ ഇത്തരത്തിൽ ഓപ്പോയുടെ ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത് 13 മെഗാപിക്സലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ക്യാമറയിൽ എടുത്തിട്ടുള്ള സാമ്പിൾ ഫോട്ടോകളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ക്യാമറ പൊസിഷൻ കുറച്ച് പുറത്തേക്ക് പൊന്തി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ബാക്ക് കേസൊക്കെ നമുക്ക് കിട്ടുന്നതോട് കൂടി തന്നെ ആ ഒരു സ്ക്രാച്ച് വീഴാത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ്. പിന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇത്തരത്തിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കൊടുക്കുന്നുണ്ട്. ഇതൊരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറുള്ള മൊബൈൽ കൂടിയാണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഇതുപോലെ 3.5mm ഓഡിയോ ജാക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ Type C ചാർജിങ് പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മൈക്രോഫോണിൻ്റെ ഹോൾ കൊടുക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ള കാര്യം. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഒരു ഫോൺ തന്നെയാണ് Oppo A53s എന്ന് പറയുന്നത്. ലുക്കിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഫോൺ തന്നെയാണ്. വലിയൊരു ബൾക്കായിട്ടുള്ള മൊബൈലൊന്നുമല്ല. എന്നിരുന്നാലും നമ്മുടെ കയ്യിനകത്ത് തന്നെ ഒതുങ്ങുന്ന രീതിയിൽ ഒരു 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള നല്ലൊരു ഹാൻഡി ആയിട്ടുള്ള ഒരു മൊബൈൽ തന്നെയാണ് A53s എന്ന് പറയുന്നത്. അത്യാവശ്യം വെയിറ്റുള്ള മൊബൈലാണ്. എന്നാലും നല്ലൊരു ക്വാളിറ്റിയും അത്യാവശ്യം നല്ലൊരു ഭംഗിയൊക്കെയുള്ള ഡിസൈൻ വൈസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൊബൈൽ തന്നെയാണ് A53s എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓണാക്കി നോക്കാം. പിന്നെ നമുക്ക് ഈ ഒരു മോഡൽ പെട്ടെന്ന് ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാൻ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകളും റിവ്യൂകളൊക്കെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുവിധം എല്ലാ ഫോണുകളുടെയും അൺബോക്സിങ്ങും റിവ്യൂ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് ടെക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു മോഡൽ ഓണായി കഴിയുമ്പോൾ കാണുന്ന ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെ ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേഡാണ്. നമ്മൾ തൊട്ട് മുൻപ് അൺബോക്സ് ചെയ്ത Oppo A54 അതുപോലെ F90 സീരീസിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു പഞ്ച് ഹോൾ ഫ്രണ്ട് ക്യാമറ ആണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഡ്രോപ്പ് നോച്ച് ഫ്രണ്ട് ക്യാമറയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ടച്ച് റെസ്പോൺസ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 60 Hz ആണ്. തിരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് ഗെയിമും കളിക്കാൻ സാധിക്കുന്ന ഒരു മൊബൈൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബെസലുകളൊക്കെ അത്യാവശ്യം വളരെ അരികുകളൊന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ഭംഗിയോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6.2 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിനകത്ത് വന്നിട്ടുള്ളത്. വലിയൊരു നോച്ചൊന്നുമല്ല, വളരെ ചെറിയൊരു നോച്ച് ഡിസ്പ്ലേ ആണ് ഈ ഫോണിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ അത്യാവശ്യം നമുക്ക് സാറ്റിസ്ഫൈ ആവുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ചും 5G എന്നൊരു ബാൻഡും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡിസ്പ്ലേ വൈസ് നമ്മളെല്ലാവരും അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ഫോണിനകത്ത് അധികം അനാവശ്യമായ ആപ്ലിക്കേഷൻ കുത്തി നിറച്ച് വെച്ചിട്ടൊന്നുമില്ല. സ്നാപ്ചാറ്റ് അതുപോലെ പ്രൈം വീഡിയോ പോലുള്ള കുറച്ച് ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതാണ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. അപ്പോൾ സ്റ്റോറേജിൻ്റെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഈ ഫോണിനകത്ത് 128GB സ്റ്റോറേജ് ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഡിസ്പ്ലേ വൈസും അതുപോലെ ഡിസൈൻ വൈസും ഒക്കെ എല്ലാവർക്കും സാറ്റിസ്ഫൈ ആവുന്നൊരു മോഡൽ തന്നെയാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. അത്യാവശ്യം വളരെ വലിയൊരു ഐക്കണുകളായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതൊരു ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്ന മൊബൈലാണെന്നുള്ളത്. അബൌട്ട് ഫോണത് കയറി കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് വായിച്ചു നോക്കാം. മോഡൽ നെയിം കൊടുക്കുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ ഇതൊരു കളർ OS വേർഷൻ 11.1 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് വേർഷൻ 11 പ്രവർത്തിക്കുന്നത്. നമ്മൾ തൊട്ട് മുൻപ് അൺബോക്സ് ചെയ്ത A54 ഒക്കെ ഇതിൻ്റെ ഒരു ആൻഡ്രോയിഡ് 10 പ്രവർത്തിക്കുന്ന മൊബൈലാണ് എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആണ്, ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്ന മൊബൈലാണ്. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റ് പ്രോസസർ എന്ന് പറയുന്നത് Dimensity 700 ഒക്ടാ കോർ പ്രോസറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് Dimensity 700 എന്ന് പറയുന്നത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസറാണ്. പിന്നെ 8GB RAM 128GB സ്റ്റോറേജ് എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സിം 4G ആണ് 5G ആണ് വരുന്നത്. 5G 4G 3G 2G ഈ 4 നെറ്റ്വർക്ക് ടൈപ്പുകളിലും ഈ ഫോൺ പ്രവർത്തിക്കും. ഇതിൻ്റെ തന്നെ ഒരു 6GB RAM വേരിയൻ്റ് കൂടി അവൈലബിൾ ആണ്. ആ ഒരു മോഡലിന് ഈ ഒരു മോഡലിനേക്കാളും 2000 രൂപ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ സെറ്റിംഗ്സിനകത്ത് കൊടുത്തുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റിംഗ്സ് പ്രോസസർ വൈസ് ആയാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രോസസർ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 13 MP ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കുന്ന മോഡലല്ല. എന്നിരുന്നാൽ കൂടി ഇപ്പോൾ നിങ്ങൾ ലൈവായിട്ട് സ്ക്രീനിൽ കാണുന്ന രീതിയിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ നമുക്ക് കിട്ടുന്നുണ്ട്. 13 MP ആണെങ്കിലും അതിൻ്റേതായ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. സൂം ചെയ്താലൊന്നും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. നല്ലൊരു കളർഫുൾ ആയിട്ടുള്ളൊരു ക്യാമറ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു മെയിൻ റിയർ ക്യാമറ കൂടാതെ തന്നെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഈ ഫോണിനകത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി പറഞ്ഞുതരാം. ഇത്തരത്തിൽ നൈറ്റ് മോഡ് വരുന്നുണ്ട്. അത് ഫ്രണ്ട് ക്യാമറയ്ക്കും ബാക്ക് ക്യാമറയ്ക്കകത്തും വരുന്നുണ്ട്. പിന്നെ വീഡിയോ മോഡ് വരുന്നുണ്ട്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, അതിനകത്ത് തന്നെ ബ്യൂട്ടി മോഡുകൾ, ഒരുപാട് ബ്യൂട്ടി മോഡുകളും ഫിൽറ്ററുകളും വരുന്നുണ്ട്. പിന്നെ സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ് മോഡ്, എക്സ്പേർട്ട് മോഡ് അതായത് പ്രൊഫഷണൽ മോഡ്, പിന്നെ എക്സ്ട്രാ HD മോഡ് എന്ന് വരുന്നുണ്ട്, പനോരമ മോഡ്, ടെക്സ്റ്റ് മോഡ്, മാക്രോ മോഡ്, സ്റ്റിക്കർ മോഡ്, അങ്ങനെ ഒരുപാട് ക്യാമറ ഫീച്ചർ കൂടി ഈ ഒരു ഫോണത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറേൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഒരു ക്യാമറ ഫോണല്ല, അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞാൻ ക്യാമറയെ കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇനി ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 MP ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ലൈവായിട്ട് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് അകത്തെടുത്ത ഒരു സെൽഫി കാണിച്ചു തരാം. നമ്മളിപ്പോൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ഒരു 8 MP നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. സൂം ചെയ്താലും അത്യാവശ്യം ക്വാളിറ്റി ഒന്നും പോകുന്നില്ല. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്യാമറയ്ക്കകത്ത് കൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഫോട്ടോ നമുക്ക് ഈ ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5G ഫോൺ വില കുറഞ്ഞ റേറ്റിൽ ഒരു 5G ഫോൺ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കാവുന്നതാണ്. തിരക്കേടില്ലാത്ത രീതിയിലുള്ള ക്യാമറയും അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനും വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി ബാക്കപ്പും ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈലാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ Dimensity 700 എന്ന് പറയുന്ന വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള ഓവറോൾ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റേതെങ്കിലും ഫോണിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. താങ്ക്സ് എ ലോട്ട്.